ആ വന്നല്ലോ വനമാല. അളിയാ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? എടാ പറഞ്ഞ വാക്കിന് ഒരു വിലയും വയ്ക്കാത്ത തെണ്ടി. മനുഷ്യ ഇവിടെ തലവരുത്ത് നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു അവിഞ്ഞ ഹാസ്യം. ഏട്ടാ അളിയാ പോട്ടളിയാ, ശരിക്കും നേരത്തെ തിരിച്ചത് വീട്ടിൽ, പക്ഷെ വീട്ടിലെ കുറച്ച് സിറ്റുവേഷൻ കാരണം മാത്രം ലേറ്റ് ആയത്. എപ്പോഴും പറയുന്ന പോലെ അല്ല, ശരിക്കും ഒട്ടും ഉളുപ്പില്ലല്ലേ? അല്ല അല്ലേ, ഞാൻ അറിയാൻ മേലോട് ചോദിക്കുക, നിനക്ക് മാത്രം എങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊട്ടക്കണക്കിന് എക്സ്ക്യൂസസ് ഉണ്ടാവുന്നത്? ഞാൻ നിന്നോട് ഇന്നലെ തന്നെ ചോദിച്ചാണ് 4 മണിക്ക് നീ ഫ്രീ ആണോ, ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെന്നൊക്കെ. അപ്പോഴൊക്കെ നിനക്ക് ഒടുക്കത്തെ എനർജി ആയിരുന്നല്ലേ. ശരി വിട്, ഇപ്പൊ സമയം എത്ര? 5:38. എനിക്കൊന്നും പറയാല്ലേ, നീ ഇവിടുന്ന് പോ നോക്ക്. ഏട്ടാളിയാ നീ ചൂടാവല്ലേ, ശരിക്കും ഞാൻ പറഞ്ഞ സമയത്തിന് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. അപ്പോഴേ കൊച്ചിനും കുഞ്ഞും വന്ന വീട്ടിൽ, പിന്നെ അവളോട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു അവരൊന്ന് ജംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ. വരെ ജംഗ്ഷനൊക്കെ ഉണ്ടാക്കിയ അടുത്ത ട്വിസ്റ്റ്, കുഞ്ഞുമ്മ ചാർജ് എടുക്കാൻ മറന്നുപോയി. പിന്നെ ആ മറന്ന ചാർജറിന് പോയി വീട്ടിൽ പോയി എടുത്തിരുന്നു. അതുകൊണ്ട് കുഞ്ഞുമ്മയുടെ കൈയിൽ കൊടുത്ത് വന്നപ്പോഴേക്കും സമയം അളിയാ. നീ ഒരു പ്രാവശ്യം മാത്രം ക്ഷമിക്കും, ഞാൻ വെറുതെ റീസൺ പറയുന്നതല്ല, ശരിക്കും. അളിയ, നീ ആദ്യം കൃത്യസമയത്ത് നോ പറയാൻ പഠിക്കണം പ്ലീസ്. അതാദ്യം മനസ്സിലാക്കും. നീ ആദ്യം നിന്റെ പ്രയോറിറ്റീസ് ഒന്ന് ഫിക്സ് ചെയ്യും. നീ കൃത്യസമയത്ത് കറക്റ്റായിട്ട് നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിനക്ക് ഇപ്പോൾ ഉള്ളൂ. അത് ഞാൻ ട്രൈ ചെയ്യേണ്ടില്ല അളിയാ, ചെറുപ്പം തൊട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റിൽ ഇന്നേ വരെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ചിലപ്പോൾ നോ പറഞ്ഞാൽ ഓപ്പോസിറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള പേടിയാണ് എനിക്ക്. ചിലപ്പോൾ ഞാൻ നോ പറഞ്ഞാലോ, അത് കാരണം ആ റിലേഷൻ പോയാലോ, അല്ലെങ്കിൽ എൻ്റെ മുകളിലൊരു സോഫ്റ്റ് കോർണർ അവർക്ക് പോയാലോ, ആ പ്രശ്നമാണ് എനിക്ക്. സോ അളിയ നീ ഒരു നോ പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോ, അതിൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിനക്കുള്ളൂ. പക്ഷെ അത് നീ ചെയ്യുന്നതിന് വരെ ബാക്കിയുള്ളവർക്ക് ആവശ്യമില്ലാത്തൊരു ഫാൾസ് ഹോപ്പും ഫാൾസ് പ്രോമിസും ഒക്കെ കൊടുത്ത് ആവശ്യമില്ലാത്തൊരു എക്സ്പെക്ടേഷൻസ് ആണ് നീ ബിൽഡ് ചെയ്യുന്നത്. എടാ, ഞാൻ പേപ്പറിൽ എഴുതരാം, എല്ലാ കാര്യങ്ങളും താൻ തന്നെ ചെയ്തു തീർക്കും എന്നുള്ള നിന്റെ ഒരു ആവശ്യമില്ലാത്തൊരു പിടിവാശ ഉണ്ടല്ലോ പൊന്നളിയ, അതാണ് നീ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം. എടാ ഈ ഒറ്റത്തവണ ക്ഷമിക്കും, ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ഒറ്റത്തവണ എടാ ശരിക്കും പോവാം. എടാ നാളത്തെ പ്ലാന് ഫുൾ സെറ്റാണ്, എൻ്റെ സൈഡിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, എന്റെ മണ്ടക്കാട് പകുതി നാളെയെങ്കിലും പറ്റിക്കാതിരിക്കണേ. എടാ സ്റ്റാർട്ട് ചെയ്യില്ലേ കോൾ. ഹലോ, ആ വലിച്ച 5 minutes later. അളിയ നീ ചൂടാവല്ലേ, വലിയച്ഛനായിരുന്നു ഓടിച്ചത്. വലിയച്ഛന് നാളെ വൈകുന്നേരം ആശുപത്രി പോകണം. നമുക്ക് നാളത്തെ പ്ലാൻ മാത്രം മറ്റൊന്ന് ആക്കിയില്ല. അപ്പോൾ ഇതാണല്ലോ മറ്റു പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുന്നത്. എന്താണെന്ന് ഇരിക്കുന്നേ, ഇവിടെ നിന്ന് കുറേ കുണക്കുണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പം എന്തായി? പോയി പാടാ വലിച്ചോട്. നോ നോ നോ.